ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് ക്രിബ് പ്രിപ്പറേഷൻ്റെ ഫൈനൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിബ് ഇത്തിരി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നാണ് ഇത്തിരി സമയം എടുത്ത് ചെയ്യണത്. നമ്മൾ ഈ ഒരു ബോർഡുമേ ലൈറ്റ്സ് ഫിക്സ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഫുള്ള് നമ്മളിങ്ങനെ പഞ്ഞി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഇങ്ങനെ വിട്ടു കൊടുത്തിട്ടുണ്ട്. അത് വഴി പോലെ വെച്ചിരിക്കുന്നതാണ്. ഒരു വാൽ നക്ഷത്രം നമ്മളിവിടെ LED ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ഞി ഉപയോഗിച്ചിട്ട് മേഘം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും. ടെർമോക്കോൾമേ പഞ്ഞിയൊക്കെ ഒട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഹാങ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുൻപത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ ഇതേ കത്തിച്ച് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാറും മേഘങ്ങളും എല്ലാതും. ഇനി നമുക്ക് ഈ ഒരു ബോർഡ് ഞങ്ങൾ അവിടെ ആദ്യം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കാൻ എളുപ്പത്തിന് ഇത് തിരിച്ച് അവിടെ തന്നെ വെക്കുകയാണ്. അതിനുശേഷം ഇനി നമുക്ക് ഈ ഒരു പുൽക്കൂടിൻ്റെ ഉള്ളിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. അപ്പം ഞാൻ ആദ്യം പുൽക്കൂട് ഉണ്ടാക്കുന്ന സമയത്ത് ലൈറ്റിംഗ് ഒന്നും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. എനിക്ക് അറിയില്ല അതിൻ്റെ കാര്യങ്ങളധികം. അതുകൊണ്ട് ഞാൻ ബാറ്ററി ലൈറ്റുകളാണ് കൂടുതലും വെച്ചിരുന്നത്. 1-2 സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ കൊടുക്കും കറണ്ടിൽ കണക്ട് ചെയ്തിട്ട്. ചേട്ടൻ വന്ന കാരണം തന്നെ ലൈറ്റിംഗ് കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചധികം സമയം അതിനു വേണ്ടി മാറ്റി വെച്ചു. അപ്പം നമ്മളിനി കുന്നുകൾ നമ്മൾ ടെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ ഉറപ്പിക്കുകയാണ് നമ്മൾ ആ മരത്തുമ്മേ. അതിനുശേഷം അതിൻ്റെ പിൻഭാഗത്തായിട്ട് നമ്മൾ ലൈറ്റ് വെച്ച് കൊടുക്കണം. LED സ്ട്രിപ്പ് ലൈറ്റാണ് കൊടുക്കണേ. അപ്പോൾ ഒരു ബ്ലൂ ലൈറ്റാണ് നമ്മൾ കൊടുത്തത്. ആ ഒരു ആകാശത്തിന് ആ ഒരു ഭംഗി കിട്ടുകയും ചെയ്യും. അപ്പോൾ കുന്നുകളുടെ ഇടയിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ വരുന്നൊരു ഫീല് കിട്ടാൻ. അതിനുശേഷം നമ്മുടെ ക്രിബ് നമ്മളിവിടെ സെൻട്രലായിട്ട് ആ നക്ഷത്രം വെച്ചതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ 2 എണ്ണം. അത് രണ്ടും ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലും നമ്മൾ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈറ്റ് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ. അതിപ്പോൾ ഞാൻ ബാറ്ററി ലൈറ്റാണ് ഫിക്സ് ചെയ്യണത്. ഇങ്ങനത്തെ ലൈറ്റ്. ഈ ഒരു ലൈറ്റിനൊരു 20 രൂപയൊക്കെയാണ് വില വരുന്നുള്ളൂ. ഇതിൻ്റെ ലൈറ്റ് നമുക്ക് പല സെറ്റിങ്ങിലാക്കാം കേട്ടോ. അതേ സ്റ്റില്ലായിട്ട് നിർത്താം, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണ പോലെ ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മൾട്ടി കളറും വരുന്നുണ്ട്. ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 പീസായിട്ട് എനിക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അത് കുറേ എണ്ണം മേടിക്കണം. അത് ഈ ട്രീമ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. നമുക്ക് കറണ്ടിൽ ലൈറ്റ് പിടിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റ്സ് നമുക്ക് ക്രിബിൻ്റെ ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കാം. ഈ ഒരു ട്രീ നമ്മളൊരു കോർണറിലായിട്ട് സെറ്റ് ചെയ്യാനാണ് പോണേ. ഞങ്ങൾ 2 പേരും ശരിക്കും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആട്ടോ. ഞാനാണെങ്കിൽ അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ വളരെ ഫാസ്റ്റായിട്ട് എളുപ്പത്തിൽ വേഗം ചെയ്ത് തീർക്കുന്ന പരിപാടികളാണ്. എനിക്കങ്ങനെ ഭയങ്കര പെർഫെക്ഷൻ ഇല്ല. പക്ഷെ ചേട്ടനാണെങ്കിൽ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആക്കുന്ന വരെ അത്രയും ടൈം എടുത്ത് ചെയ്യും. അതുകൊണ്ട് കുറേ നേരം എടുക്കും പണി കഴിയാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും അങ്ങനെ സഹകരിച്ചുകൊണ്ടാണ് പണി. ഞാൻ പറയും വേഗം അവസാനിപ്പിക്കാം. പക്ഷേ ചേട്ടൻ ഇങ്ങനെ അത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കട്ടോ. അങ്ങനെ കുറേ നേരമായി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ഈ വഴി ഉണ്ടല്ലോ, ഈ ഒരു ക്രിബിലോട്ടുള്ള വഴി, വീടുകളിലോട്ടൊക്കെ ഒരു വഴി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് വെള്ള കളറിൽ സ്റ്റൈറോഫോം ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഡെഫിനിഷൻ തോന്നാത്തത് കൊണ്ട് നമ്മൾ ഈ ചെറിയ ചെറിയ ബോൾ ഉണ്ടല്ലോ, തെർമോക്കോൾ ബോൾസ് പോലത്തെ, അത് ഇതിൻ്റെ ഈ ഗ്ലൂ ചെയ്തിട്ട് വഴിയിൽ ഫുള്ള് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ശരിക്കും ഇങ്ങനെ വെള്ള കളർ ഇങ്ങനെ കല്ലുകൾ കിടക്കുന്ന പോലെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വൈകുന്നേരം ഏകദേശം 10 മണിക്കാണ് പണി ഇത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞ് പുലർച്ചെ ഏകദേശം 3:30 വരെ നിന്നിട്ടാണ് ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടപ്പോഴത്തുള്ളൊരു ഫീല്, ഇത്രയും കഷ്ടപ്പെട്ടതിന് ഉള്ള ഒരു സന്തോഷം കിട്ടി സത്യം പറഞ്ഞാൽ. കാരണം സാധാരണ ക്രിബ് ചെയ്യുന്നതിലും എന്തോ ഒരു ഇങ്ങനെ ആകാശങ്ങളിൽ ഇങ്ങനെ ഭംഗിയിൽ മേഘങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ക്രിബ് ഇരിക്കുന്ന എന്തോ ഒരു ഫീല്, നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ലൈറ്റിങ്ങിലാണ് ഇത് കാണാൻ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് വൈകുന്നേരം കാണാൻ. അപ്പോൾ ഞാൻ ഈ ഓരോ വീടുകളുടെ അടുത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് രൂപങ്ങളെല്ലാം ഇനി വെക്കണം. അപ്പോൾ ഞാനത് രാവിലെ ആകുമ്പോഴേക്കും അതെല്ലാം വെക്കാനാണ് പ്ലാൻ. ഇപ്പോൾ വൈകുന്നേരം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ വെക്കുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു മരങ്ങൾ, ക്രിസ്മസ് ട്രീ പോലത്തെ മരങ്ങളൊക്കെ വെച്ച് കൊടുത്തത് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ താഴ്ഭാഗത്തെ ബേസ് കവർ ചെയ്യണം. അതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ അത് നമ്മൾ ടെർമോക്കോൾ വെച്ചിട്ട് ഷീറ്റുകൾ വെച്ചിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അത് കാണാൻ അത്ര ഭംഗിയാവില്ല. അപ്പോൾ നമ്മൾ ഫുള്ളിങ്ങനെ അടച്ചു കളഞ്ഞു. ഈ ഒരു ബോർഡിൻ്റെ ബേസ് കവർ ചെയ്യാൻ കുറച്ച് കട്ടിയുള്ള ടെർമോക്കോളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുകളിൽ നമ്മൾ കുന്നുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ടെർമോക്കോൾ കനം കുറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇനി ഞാൻ പുൽക്കൂട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കിണർ ഉണ്ടാക്കിയെടുക്കുകയാണ്. കിണറിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ഹാഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിന് മുകളിൽ വൈറ്റ് പേപ്പർ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചട്ടയൊക്കെ ഉണ്ടല്ലോ, അത്രയും കനം കുറഞ്ഞ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ പീസുകൾ കട്ട് ചെയ്തെടുത്ത് ഇഷ്ടിക പോലെ തോന്നുന്ന പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി 2 നമ്മൾ വടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. തുടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കിണറിൽ നമുക്ക് വെള്ളം കോരാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ നൂല് കോർക്കുന്ന ഇതുണ്ടല്ലോ, ബോബിൻ നൂല് ചുറ്റുന്നത്, അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാനത് ഫുള്ളും വൈറ്റ് പെയിൻറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ടൊരു ബക്കറ്റും അതുപോലെ തന്നെ കയറും ഉണ്ടാക്കിയെടുക്കണം. ബക്കറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു അടപ്പ് ഇതുപോലെ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെള്ള ചരട് ഇതുപോലത്തെ അതിൽ കോർത്തെടുത്തു ബക്കറ്റ് പോലെ. അതിനുശേഷം ഒരു വലിയ ചരടും കൂടി അതിൻ്റെ മുകളിൽ കെട്ടി കൊടുത്തിട്ട് ഞാൻ ആ ഒരു കിണറുമ്പോൾ നമ്മളൊരു ബോബിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതുമ്പോൾ ഫുള്ളായിട്ടും ചുറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിണർ റെഡി ആയിട്ടുണ്ട്. സിമ്പിളും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കിണർ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റിലാവുമ്പോൾ. അങ്ങനെ ഇത്രയും ഐറ്റംസാണ് ഈ പ്രാവശ്യത്തെ പുൽക്കൂട്ടിലേക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് മുഴുവനായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ഞാനിതിന് മുൻപത്തെ, അതായത് Day 1, Day 2, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ പുൽക്കൂട്ടിലെ രൂപങ്ങൾ വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നാണ് മക്കൾ നമ്മുടെ കൂടെ കൂടിയത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് പരീക്ഷ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ അവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് രൂപങ്ങളെടുത്ത് സെറ്റ് ചെയ്യലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പുതിയ രൂപങ്ങളാണ് വെക്കുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആയിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്ന് മാറ്റിപ്പിടിച്ചു ഈ പ്രാവശ്യം. അപ്പോൾ ഈ രൂപങ്ങളിൽ മാലാഖയുടെ ഡ്രസ്സിങ് ആണ് നമ്മുടെ പുൽക്കൂടിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളത്. അതായത് വൈറ്റും ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട്. അപ്പോൾ മക്കൾ പറയാണ് മാലാഖയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഡ്രസ്സിങ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ, മാച്ചിങ് ആയിട്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ രൂപങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അറ്റത്തുള്ളതൊക്കെ ഞാനിങ്ങനെ വെച്ച് കൊടുത്തു, ബാക്കി കുറച്ചൊക്കെ ചേട്ടൻ വെച്ച് കൊടുത്തു. അപ്പോൾ റോസ് പറയാണ്, അയ്യോ നമ്മുടെ പഴയ രൂപങ്ങൾക്കൊക്കെ സങ്കടമാവില്ല, ഈ പ്രാവശ്യം പുൽക്കൂട്ടിൽ അവർക്ക് ഇരിക്കാൻ പറ്റിയില്ലല്ലോ പുതിയ രൂപങ്ങൾ വന്നപ്പോൾ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അവരൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് തുടച്ച് എല്ലാം തിരിച്ച് വെക്കാം. അതിൽ കുറച്ച് ഐറ്റംസ് നമുക്ക് ഈ ഒരു പുൽക്കൂട്ടിലേക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ആ ഒരു ക്രിപ്പ് സെറ്റിൽ നിന്ന് നമ്മൾ കുഞ്ഞു കുഞ്ഞു ആട്ടിൻകുട്ടികളെ ഇതിലേക്ക് വെച്ച് കൊടുത്തു. കാരണം അത് ഇതിനോട് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. ബാക്കി രൂപങ്ങളൊന്നും ഈ രൂപങ്ങളായിട്ട് മാച്ചിങ് അല്ല, കാരണം അത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളാണ്. അപ്പോൾ ഫേസ് ആയാലൊക്കെ ചായയിലൊക്കെ ഒരു വ്യത്യാസം വരും ഈ രൂപങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് പിന്നെ നമ്മളെല്ലാം കൂടി വെക്കുന്നില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം ഐറ്റംസ് ക്രിബിലുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരുപാട് സ്പേസ് പോയൊരു ഫീലാവും. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എനിക്ക് ഈ രൂപങ്ങൾ വെക്കലാട്ടോ. ഇതെല്ലാം വെച്ച് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാനൊരു പ്രത്യേക സന്തോഷം. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ ചിന്തിക്കും, ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടാവും. ചെറുപ്പത്തിലേ അങ്ങനെയാണ് കേട്ടോ, എൻ്റെ മക്കളും അങ്ങനെയാണ്. അവർ പറയും അവരിങ്ങനെ പറയുന്നുണ്ടാവും, ഇവരിങ്ങനെ പറയുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഒരു കഥ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് സിനിമ കാണുന്നതൊക്കെ പോലെ. അങ്ങനെ നമ്മുടെ ക്രിബിൻ്റെ ഫുൾ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മുഴുവനായിട്ടും കാണാം. അങ്ങനെ നമ്മുടെ 2025 ക്രിസ്മസിൻ്റെ ക്രിസ്മസ് ക്രിബ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉണ്ണീഷോയുടെ രൂപം കൂടി വെക്കുമ്പോഴാണ് പൂർണ്ണമാവുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ 25-ാം തീയതി പുലർച്ചെയാണ് നമ്മൾ വെക്കുക, കുർബാന കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉണ്ണീഷോയുടെ രൂപം കൂടി ഒന്ന് വെച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ക്രിബും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ പറയണം. എന്തായാലും അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നേർന്നുകൊണ്ട് ബായ്.